അദ്ദേഹം വൻപിച്ച ഭൂരിപക്ഷത്തോടെ വയനാട്ടിൽ നിന്ന് രണ്ടാം തവണയും തെരഞ്ഞെടുത്തു. വലിയ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം അമേഠിയിൽ നിന്നും റായ്ബറേലിയിൽ നിന്നും തെരഞ്ഞെടുത്തു. ഏത് സീറ്റ് നിലനിർത്തണം എന്നുള്ളത് അദ്ദേഹവും പാർട്ടിയും ചേർന്ന് തീരുമാനിക്കും. എന്നിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയുള്ളൂ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ വളരെ മോശമായിട്ടാണ് തൻ്റെ യോഗങ്ങളിലും പ്രസംഗങ്ങളിലും ഒക്കെ അപമാനിച്ചത്. എന്നിട്ടും ആ അപമാനം ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ DNA വരെ പരിശോധിക്കണമെന്ന് പറഞ്ഞ ആളുകൾ ഇടതുപക്ഷ മുന്നണിക്കകത്തുണ്ടായിരുന്നു. അതിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല. പക്ഷേ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹത്തെ അവിടെ ജയിപ്പിച്ചത്. ഏത് സീറ്റ് തുടരണമെന്നുള്ളത് പാർട്ടി രാഹുൽ ഗാന്ധിയെ തീരുമാനിക്കേണ്ട കാര്യമാണ്. തൃശ്ശൂരിലെ തോൽവിയിൽ ഒരു ആത്മപരിശോധന പാർട്ടി നടത്തും. തീർച്ചയായിട്ടും നടത്തും. അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അത് BJPയുടെ ഒരു രാഷ്ട്രീയ വിജയമായി ഞാൻ കാണുന്നില്ല. അത് സുരേഷ് ഗോപി ഒരു നല്ല നടൻ എന്ന നിലയിലുള്ള അംഗീകാരം 3 തവണയായി അദ്ദേഹം അവിടെ മത്സരിക്കുന്നു. അങ്ങനെയുള്ള ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. ഇതിനു മുമ്പും കേരളത്തിൽ BJP ജയിച്ചിട്ടുണ്ട്. O രാജഗോപാൽ ജയിച്ചിട്ടുണ്ട്. പണ്ട് PC തോമസ് അവരുടെ പിന്തുണയോട് ജയിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ചില പ്രത്യേകതകൾ കൊണ്ട് ജയിക്കുന്നത്. അതുകൊണ്ട് കേരളം മുഴുവൻ BJP ആണെന്ന് പറഞ്ഞാൽ എന്തർത്ഥമാണ്? കഴിഞ്ഞ തവണ പക്ഷേ കോൺഗ്രസിന് കിട്ടിയ വോട്ടിന്റെ എണ്ണത്തിൽ കുറവുണ്ട്. അപ്പോൾ അതല്ലേ ഞങ്ങൾ പരിശോധിക്കും, എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും. അവിടെ TN പ്രതാപനെതിരെ വലിയ വികാരമുണ്ട് പാർട്ടിക്കകത്ത് തന്നെ. പോസ്റ്റർ ഉൾപ്പെടെ കുറച്ച് സാഹചര്യമുണ്ട്. എങ്ങനെയാണ് പാർട്ടി അതിനെ? അതെല്ലാം ഞങ്ങൾ പരിശോധിക്കും. പാർട്ടി അത് പരിശോധിക്കും. KPCC പ്രസിഡന്റ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, അത് പരിശോധിക്കുമെന്ന്. പരിശോധിച്ച് എന്താണ് കറക്ഷൻ വേണ്ടതെന്നുള്ളത് കാര്യത്തിൽ തീർച്ചയായിട്ടും സ്വീകരിക്കും. കേരളത്തിലെ BJPയുടെ മുന്നേറ്റം എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? പല മണ്ഡലങ്ങളിലും BJP, നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ വളരെ ഗൗരവത്തോടെ കാണുന്നു. അത് എങ്ങനെയാണ്, എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പരിശോധിച്ച് അതിന് വേണ്ട നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. അത് ഗൗരവമായി തന്നെ ഞങ്ങൾ കാണുന്നു.